ഉള്ളവൻ ഒരു പുൽക്കൊടിയെ പോലും നോവിക്കില്ല. കൃഷിയെ നെഞ്ചോട് ചേർത്ത് ഒരു മനുഷ്യൻ 20ഓളം പശുക്കളും മറ്റ് സസ്യങ്ങളെയും പരിപാലിച്ച് 100 മേനി കൊയ്യുകയാണ് കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്. മയ്യിൽ കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഒന്നും രണ്ടും പശുക്കളല്ല, 20ലധികം പശുക്കളാണ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ തൊഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏക്കറുകളോളം വരുന്ന സ്ഥലത്ത് പശുക്കൾക്ക് ആവശ്യമായ സസ്യജാലങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി വൃക്ഷങ്ങളുണ്ട്. പശുക്കളെയും തൊഴുത്തും വളരെ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ ഇവിടെ ഈ ഏക്കറോളം കാണുന്ന സ്ഥലത്ത് വൃക്ഷങ്ങളെയും മറ്റു ചെടികളെയും ഒക്കെ പ്രത്യേക പരിചരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വളരെ മനോഹരമായി ഇന്നും നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ ഈ ഒരു പറമ്പിന്റെ പ്രത്യേകത. ഈ കാർഷിക മേഖലയുമായിട്ട് അടുത്ത ബന്ധം കുറെ വർഷകാലമായിട്ടില്ലേ? അപ്പൊ ഈ ക്ഷീര മേഖലയുമായിട്ട് എത്ര വർഷമായി ഈ ഒരു മേഖലയിലേക്ക്? കന്നുകാലികൾ ആദ്യം മുതലേ ഉണ്ട്. അതിന് പുറമെ ഉഴുന്ന കാളകളുണ്ടായി, നിലവിഴാനുള്ള കാളകളുണ്ട്. എല്ലാം സ്വയം ശീലിക്കാനും സാധിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം പണിയെടുത്ത് പഠിച്ച് അങ്ങനെ വരാൻ സാധിച്ചു. ചെറുപ്പം മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഏത് കാലഘട്ടത്തിലായിരിക്കും ഈ ഒരു? 72 മുതൽ പൂർണ്ണമായിട്ടും കാർഷിക രംഗത്തുണ്ട്. അതിനു മുമ്പും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പണിയൊക്കെ എടുക്കും. ചെറുപ്പത്തിലെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് തന്നെയാണ്. പിന്നെ 70-ലെ ഭൂപരിഷ്കരണത്തിന് ശേഷം വരുമാനം കുറഞ്ഞു, ജീവിതം ചോദ്യചിഹ്നത്തിലേക്കായി, കുറേ സ്ഥലം മാത്രം കയ്യിലായി. അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നപ്പോഴാണ് പിന്നെ പൂർണ്ണമായും കാർഷിക രംഗത്തേക്ക് വന്നത്. 250 ഏക്കറോളമുള്ള സ്ഥലത്തിൻ്റെ ഭാരവും പാട്ടവും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമാനമില്ലാത്തൊരു സ്ഥിതി വന്നു. ആ സ്ഥിതി കാലത്താണ് ശരിക്ക് ജന്മി കുടുംബങ്ങൾ വളരെ പ്രതിസന്ധിയിലുള്ളൊരു കാലഘട്ടമായിരുന്നു. 1970 മുതൽ 72 പിന്നെ ഞാൻ പൂർണ്ണമായും കാർഷിക രംഗത്തേക്ക് വന്നു. ഇപ്പം ഏകദേശം എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇപ്പോൾ 10-15 പശുക്കളുണ്ട്. എല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാ? കിടാരികളുണ്ട്, കുട്ടികളുണ്ട്. എല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്ന പശുക്കളാ? എല്ലാം ഒരേ വിഭാഗത്തിലെ പശുക്കളാണ്. ഏകദേശം പിന്നെ ജേഴ്സി HF ക്രോസാണ്. ചൂട് കൂടുതലുള്ളതുകൊണ്ട് പൊതുവെ HF-ൻ്റെയും ജേഴ്സിൻ്റെയും പൂർണ്ണ ബ്രീഡിനെ വളർത്താൻ ബുദ്ധിമുട്ടാണ്. ഒരു 28 ഡിഗ്രിയിലേക്ക് കൂടുതൽ ചൂട് വരുന്ന കാലാവസ്ഥ കന്നുകാലികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ കന്നുകാലികൾക്ക് അനുയോജ്യമായത്? മഴക്കാലത്തൊന്നും വലിയ പ്രശ്നം കാണിക്കില്ല. മഴക്കാല രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മുടന്തം പനി മാതിരിയുള്ളത്, പിന്നെ ചില കഫക്കെട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കഴിഞ്ഞ വേനൽക്കാലം 40 ഡിഗ്രിന് മേലെ. അപ്പോൾ അത്തരം കാലാവസ്ഥ ഈ കന്നുകാലികളും താങ്ങുന്നില്ല. അവിടെ നാടൻ കാലികൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ തൊഴുത്ത് തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ കണ്ടെത്തി പരിചരണങ്ങൾ നമ്മളായിട്ട് കാണേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ അതിന് വേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കുറേ ഉണ്ട്. തൊഴുത്തിന്റെ മേലെ തണുപ്പിക്കാനുള്ള മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. പിന്നെ തൊഴുത്തിൽ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റിനെ കൊണ്ട്, ഗ്രീൻ നെറ്റിനെ കൊണ്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു 3-4 പ്രാവശ്യം തണുപ്പിക്കും, വെള്ളമൊഴിച്ച് തണുപ്പിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കന്നുകാലി വളർത്തൽ എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും പിന്നോട്ട് പോകുന്നൊരു ഇതല്ലേ? ലാഭത്തെക്കാൾ കൂടുതൽ ചെലവാണല്ലോ ഈ കന്നുകാലികൾ. ചെലവാണ്. ഒരു ലിറ്റർ പാൽ ഉൽപാദനത്തിന്
പിന്നെ ഇപ്പോൾ പാലിൻ്റെ വിലയായിട്ട് നല്ല ഏകദേശം കന്നുകാലി വളർത്തലിൽ 85% അതിൻ്റെ ചിലവ് വരും. പിന്നെ 15% അതിനുള്ള ബെനിഫിറ്റ്. ഇത്രേ പറയാൻ പറ്റും. അതും ഇപ്പോഴത്തെ കാലിത്തീറ്റയുടെ മറ്റു പിന്നെ വൈക്കോലിൻ്റെയൊക്കെ വില കൂടുതലുന്നതുകൊണ്ട് പ്രശ്നം തന്നെയാണ്. പിന്നെ പാല് കുറച്ച് കുറയുകയാണെങ്കിൽ വലിയ പ്രശ്നമുണ്ടായി. കേരളത്തിൽ കന്നുകാലി വളർത്തൽ വിജയിപ്പിച്ച് കൊണ്ടുപോയ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ പ്രയാസമായിട്ട് പിന്നെ പുതുതലമുറയോട് ഈ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരോട് പോലും 2 പ്രാവശ്യം ആലോചിക്കേണ്ട ഒരവസ്ഥയിലാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണിത്. കാരണം എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. തൊഴിലാളികൾക്കാണെങ്കിൽ അത് വളരെ കൂടിയ കൂലിയാണ്. അപ്പോൾ നമുക്ക് പുല്ല് വെട്ടിയെടുക്കാൻ വേണ്ടി തൊഴിലാളികൾക്ക് പോലും കൂടിയ കൂലി കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ വളരെയധികം പരാജയപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പം പിന്നെ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ കർഷകരിൽ അതെത്തുന്നില്ല. ഇല്ല. അപ്പോൾ ഇതിനെ പരിചരിക്കാനും മറ്റാൾക്കാർ വരാറുണ്ടോ? ഒരാൾ സഹായത്തിനുണ്ട്. ഉണ്ട്. കറവിനും കാര്യങ്ങൾക്കും മറ്റുമാണോ അതോ? ഞാനും വേണം കുടിക്കുന്നു. തൊഴുത്ത് രാവിലെ 2:30 മണിക്ക് തുടങ്ങണം. പിന്നെ അത് മുതൽ 5 മണിയാകുമ്പോഴേക്കും കറവ് തൊഴുത്ത് വൃത്തിയാക്കി പിന്നെ പശുക്കളെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് കറവും കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും. അത് കഴിഞ്ഞ് 5:15 മുമ്പ് പാലെടുത്തിട്ട് പോകും. എത്ര നേരം കറവുണ്ട് അപ്പോൾ ഒരു ദിവസം? 2 പ്രാവശ്യം. രാവിലെയും ഉച്ചക്കും. ഈ പാലുൽപാദനത്തിൽ അതിൻ്റെ ഒരു വർധനവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് ഇതാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ആ രീതിയിൽ ഇപ്പോഴും നമുക്ക് പ്രാവർത്തിയാക്കാൻ പറ്റുന്നില്ല. മുമ്പ് പച്ച കപ്പയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കപ്പയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. കാട്ടുപന്നി, മുള്ളം പന്നിയൊക്കെ ശല്യം കൊണ്ട് ഇത്തരം കൃഷികളെല്ലാം നിർത്തിയിരിക്കുക. ഇപ്പോൾ ചേന, ചേമ്പ് തുടങ്ങിയതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ചേമ്പിന് മുള്ളം പന്നിയുടെ ആക്രമണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ ഒരു സമ്പ്രദായം മാറ്റിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടുത്തെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലൊക്കെ ഇവിടെ തന്നെ ഇല്ല, പൂർണ്ണമായിട്ടാവില്ല. ഏകദേശം 2 ഏക്കറുകളും ഇടവളിയായിട്ട് പുൽകൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ CO3 മാതിരിയുള്ള തീറ്റപ്പുല്ലുകൾക്ക് ഷെയ്ഡ് ഉണ്ടാവാൻ പാടില്ല, തുറന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലം അല്ലാത്തത് കൊണ്ട് പുല്ലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഈ സ്ഥലത്തുള്ള പുല്ലിനെ കൊണ്ട് എനിക്ക് മതിയാവില്ല. പോരാത്ത പിന്നെ കച്ചി വാങ്ങിക്കുന്നുണ്ട്. ആവശ്യമുള്ള കച്ചി എൻ്റെ സ്വന്തം കുറച്ചുണ്ടാവും, അതിന് പുറമെ ആവശ്യമുള്ളത് വാങ്ങിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര 2 ഏക്കറുകളും പുൽകൃഷി തന്നെയുണ്ട്. പുൽകൃഷി മാത്രമായിട്ടുണ്ട്. പുൽകൃഷി മാത്രമായിട്ട്. ഇത് മുട്ടൻ വരിക്കും തേൻ വരിക്കും 2 ഇനം പ്ലാവുകളാണ് കൂട്ടത്തിലുള്ളത്. മറ്റേ ഇത് കൃഷിയായിട്ട് ഇവിടെ വിയറ്റ്നാം മേഖലയിൽ പിന്നെ ഒരെണ്ണമുണ്ട്. പിന്നെ കറിവേപ്പുണ്ട്. ഇത് കൃഷിയായിട്ട് നട്ടുപിടിപ്പിച്ചതാ? ഇതായിട്ട് തന്നെ നട്ടുപിടിപ്പിച്ചതാ. 5 വർഷം കൊണ്ട് കായ്ച്ചിരിക്കുന്നു. ഒരു 1.5 വർഷം കൊണ്ട് വിയറ്റ്നാം മേഖലയും കായ്ച്ചു. ഈ ക്ഷീരോത്പാദനം അല്ലാതെ മറ്റേതായി ഇത്തരം കൃഷികളല്ലാതെ വേറെ എന്തെങ്കിലും ഇത് ചെയ്തു വരുന്നുണ്ടോ? അതിന് പുറമെ പിന്നെ മറ്റുള്ള പല കൃഷികളുമുണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങളുണ്ട്, പിന്നെ തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, കുരുമുളകുണ്ട്. പ്രധാന നെൽകൃഷി ആവശ്യത്തിനുള്ള പൂർണ്ണമായ പച്ചക്കറികൾ ഞാൻ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഒരു 3.5 ഏക്കറുകളുണ്ട്. നെൽകൃഷി ചെയ്യുന്നുണ്ടല്ലേ?
വാഴ ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ, രോഗം കൂടുതലായതുകൊണ്ട്. അതേസമയം സാധാരണ നാട്ടു വാഴകൾ പൂവനും മറ്റുള്ള പലതും കൂടിയിട്ടാണ് ചെയ്യുന്നത്. 1 മീറ്ററിൽ കുറയാതെ വിസ്താരമുള്ള കുഴിയെടുത്ത് ആ കുഴിയിൽ പ്രത്യേകം കന്ന് പരിചരണം ഇല്ലാതെ വലിയ കുണ്ടയിൽ നിന്ന് അടത്തിയെടുക്കുന്ന കന്നുകളാണ് കൊണ്ട് നടുന്നത്. ഇത്രയും വലുപ്പമുള്ള കുഴിയായിരിക്കും. ഇത്രയും വലുപ്പമുള്ള കുഴിയിലാണ് അതിപ്പോൾ ഇതിലേത് പോയതാണ്. എൻ്റെ തൊട്ടപ്പുറത്തേത് ഇപ്പം 3 കൊല്ലമായി. 3 കൊല്ലം കൊണ്ട് ഏകദേശം 15ഓളം കൊലയെ അതിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞു. പ്രത്യേക പരിചരണം ഇല്ല. പക്ഷേ ഈ വളപ്പിലുള്ള നമ്മളെ തോട്ടത്തിലുള്ള എല്ലാ വേസ്റ്റും ഇതിൽ തന്നെ കൊണ്ടിടുന്നത്. ഈ ഓലയും മാതിരി ഇങ്ങനെ കൊണ്ടിടും. ഇതാണ് ഇതിന്റെ കാര്യമായ പരിചരണം. ഇതിപ്പോ ഏത് ഇനത്തിൽപ്പെട്ട വാഴയാണ്? പൂവൻ വാഴയിലെ പല ഇനങ്ങളും പല ദിക്കുന്നായിട്ട് സംഘടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോഴും ഇതിന് കന്ന് എന്നുള്ള നിലയിലല്ല, ഞാൻ വലിയ വാഴ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കൊടുക്കും. അതിൽ നിന്ന് തന്നെ 5, 6 ഒന്നായിട്ട് വന്നിട്ട് സാധാരണ ആധുനിക കൃഷി സമ്പ്രദായമുള്ളവർക്ക് പരിചയിച്ചവർക്ക് ഇത് തികച്ചും പ്രാകൃത കൃഷിയായിട്ടേ തോന്നുന്നു. ഇത് പ്രത്യേക പരിചരണങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അതേ പടിയിൽ നിലനിൽക്കുന്നല്ലേ? അല്ല, ഒരു ആവറേജ് ഇതായിട്ടുള്ള പിന്നെ കൊലയും കിട്ടും. ചെറുതെങ്ങിന് മാത്രം അത്യാവശ്യമുള്ള വളം കൊടുക്കും. ബാക്കി ഉള്ളത് തെങ്ങിന്റെ വേര് ഇതിലേക്ക് വന്നിട്ട് വളം എടുത്തോളും. അപ്പൊ തെങ്ങിന് പ്രത്യേക ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല അല്ലേ? കൊല വരുന്നത് ഇതേമാതിരിയാണ് കൊലച്ചു വരുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എടുക്കാതെ അവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ വർഷം എടുക്കുമ്പോഴേ എനിക്ക് നല്ല ഒരു ഇതിൽ തന്നെ ഒരു 2-2.5 കിലോയുള്ള ഒരു കിഴങ്ങ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇതേമാതിരി നിങ്ങൾക്ക് തോട്ടത്തിൽ പല ദിക്കിലും കാണാം. ഇവിടെയുണ്ട്, അവിടെ അതാ, അതിൻ്റെ അപ്പുറം അതാ, അങ്ങനെയുള്ള പല ദിക്കിലായിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇവിടെ ഈ പാലും കാര്യങ്ങളും എവിടെയാ? സൊസൈറ്റിയിലും അല്ല ഇവിടെ തന്നെ വന്ന ആൾക്കാർ വാങ്ങുന്നൊരു ഇത്? അല്ല, മുഴുവൻ സൊസൈറ്റിക്ക് കൊടുക്കുകയാണ്. അരി മുഴുവനും ചാക്കിൽ നട്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ ഇപ്പം ഞാൻ ചെയ്യുമ്പം ഒരു പരീക്ഷണ രീതിയിൽ ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ചാക്കിൽ നടന്നുകൊണ്ട് പന്നീൻ്റെ ആക്രമണം മറ്റു പന്നീൻ്റെയും ആക്രമണം കുറയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ചേനയും അങ്ങനെ ചേനയും കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. കുറെ മാവിൻ തൈകൾ കാണുന്നുണ്ട്. മാവിന്റെ തോട്ടം തന്നെ ഉണ്ട് അവിടെ. വേറെ ഉണ്ട് 4-5 എണ്ണത്തിന്റെ. നമ്മളിപ്പോ സുപരിചിതമല്ലാത്ത ഒരു 5 മാവുകൾ. അല്ല, സുപരിചിതമല്ലാത്തെന്ന് വെച്ചാൽ അത് നീലം, നമ്മള് സാധാരണ നാട്ടിലില്ലാത്ത നീലം മാവുണ്ടാവും. നീലം മാവിനും മറ്റ് ചില എന്നാ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കുമല്ലോ. ഇതിലൊക്കെ കായ് വരാൻ നീർമാതളല്ലേ? അല്ല, നാരകം, ഗണപതി നാരകം കായാണ്. എല്ലാം ഈ വന്യമായ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കീടശല്യങ്ങൾ കുറയുന്നുണ്ട്. നമ്മളധികം ഒരു സെപ്പറേറ്റ് ഇതായിട്ട് ചെയ്യുമ്പോൾ കീടത്തിന്റെ ശല്യം കൂടും. കീടനാശിനി പ്രയോഗം കുറവാണല്ലേ പൊതുവെ? കീടനാശിനി പ്രയോഗം ചെയ്യേണ്ടി വരുന്നത് പൊതുവെ കുറവല്ലേ അല്ലേ? കീടനാശിനി പ്രയോഗം ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടാണ്. പക്ഷെ അതുകൊണ്ട് തൊഴുത്തിൽ ബുദ്ധിമുട്ടുണ്ട്. തൊഴുത്തിൽ കൊതുവിൻ്റെയും ഈച്ചേൻ്റെയും ശല്യം കുറച്ച് കൂടുതലുണ്ട്. ഇനി ഇതൊക്കെ തന്നെ ഭക്ഷ്യയോഗ്യമായ ഇലകളാണ്. ഇത് താള്, ഇത് അരുണോദയം ചീര, കാട്ടുചീര എന്നും പറയും. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ചീര. ഇത് കറിക്ക് ഉപയോഗിക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഇതാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വരെ ഉണ്ട്. ഇത് നമ്മുടെ കരിങ്കുറിഞ്ഞി. വടക്കൻ കേരളത്തിൽ വൈദ്യന്മാർ ഉപയോഗിക്കുന്ന കരിങ്കുറിഞ്ഞിയാണ്. ഇതിന് ചെറിയ മധുരം ഉണ്ടാവും. ഇതാണ് ചക്കരക്കൊല്ലി. ഇതൊരു പ്രത്യേക വെറൈറ്റി കപ്പയാണ്. ഇതൊരു തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ഈ ഒറ്റത്തരമാണ്. അതിൻ്റെ ഇലയുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം, പിന്നെ അറ്റത്തുള്ള കളറും. ഇത് ഒരു ചെടിയിൽ തന്നെ ഒറ്റ ചെടിയാണ്.
ഇതിന്റെ ഇപ്പോ റബ്ബറിന്റെ കാര്യങ്ങളിൽ വരുമ്പോ എങ്ങനെയാ അതിന്റെ വിപണിയും കാര്യങ്ങളൊക്കെ പാലെടുക്കുന്നുണ്ട്, മഴക്കാലത്തും എടുക്കുന്നുണ്ട്, ഒന്നിടവിട്ട ദിവസങ്ങള്. ഇപ്പൊ അതിന്റെ വിപണിയും കാര്യങ്ങളും റബ്ബർ ഷീറ്റിനൊക്കെ കൂടുതൽ മെച്ചത്തിലാണല്ലേ? കുളം പോലുള്ള ഒരു കല്ല് വെട്ടിയ കുഴിയാണ്, ആ കുഴിയിലേക്കാണ് ഈ വെള്ളം വരുന്നത്. അത് നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ ഇനിയും നിറയും. ഇതാ മുള്ളമ്പന്നിയുടെ മുകളിൽ ചേനക്കാർ തല ഇങ്ങനെ കെട്ടി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊള്ളി, അതേമാതിരി ഉപയോഗിക്കുക. ഇത് പിന്നെ ഏകദേശം 60,000 ലിറ്റർ വെള്ളം കൊള്ളും. 60,000 ലിറ്റർ. ഇതിൽ വേനൽക്കാലത്ത് പിന്നെ ഇതിലേക്ക് പമ്പ് ചെയ്ത് നിറച്ചിട്ട് ഇതിൽ നിന്ന് ഞാൻ നനക്കാനൊക്കെ ഉപയോഗിക്കും. പരിമിതമായ തോതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കന്നുകാലികൾക്ക് കൂടുതൽ വെള്ളം ആവശ്യം വരുമ്പോഴേ ഇതിലേക്ക് പമ്പ് ചെയ്യാൻ വെള്ളം കുറയും. അങ്ങനെയുള്ള ചില പരിമിതിയുണ്ട്. ഏകദേശം എത്ര താഴ്ചയുണ്ടാവും? ഇത് 2.5 മീറ്റർ ആഴമുണ്ട്. എനിക്ക് തൊഴുത്തുനിന്ന് ഒഴിവാക്കേണ്ടത് അവിടെ നിന്ന് ഉള്ള ആ ചാണകം എൻ്റെ സൗകര്യത്തിൽ കൃത്യമായി മഴക്കാലത്തെന്നുള്ള ഇതൊന്നും നോക്കാറില്ല. ഇതിൻ്റെ ഇടക്കൊക്കെ കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഉള്ള വളപ്രയോഗമാണ്. ഇവര് ഈ റബ്ബർ ബോർഡ് പറയുന്ന രീതിയിലുള്ള ഇതല്ല, അതേമാതിരി രോഗങ്ങളും ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് മാവാണ്. ഇതിൽ കൂടുതൽ കുറ്റിയാട്ടൊരു മാവാണ്. ഈ തോട്ടത്തിൽ മൊത്തം 12-14 വെറൈറ്റി ഉണ്ട്. ഇതിൽ തോട്ടടിസ്ഥാനത്തിലുള്ളത് കൂടുതൽ കുറ്റിയാട്ടൊരു മാവായിരിക്കും. ഇതൊക്കെ വിപണികളിലേക്ക് കൊണ്ടുവരണം. മാങ്ങയൊക്കെ വിപണികളിലേക്ക്. മാങ്ങ ഇപ്പോൾ പറിക്കാൻ ആളില്ലല്ലോ, കൂലിച്ചെലവ് കൂടുതൽ. അപ്പോൾ പലപ്പോഴും മുതലാവാത്തൊരു സ്ഥിതിയെ തന്നെ ഉള്ളത്. ഈ സമയത്തുള്ള എങ്ങനെയാ അതിന്റെ പിടിച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞല്ലോ. അല്ല, ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ മാങ്ങ വളരെ കുറവായിരുന്നു. ഇതിൽ മുഴുവനും കുരുമുളക് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇക്കൊല്ലത്തെ വേനൽക്കാലത്ത് എല്ലാം പോയി. നമ്മളിപ്പോൾ കുരുമുളക് കൃഷിയാണെങ്കിലും പ്രത്യേകം ഓരോ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ പരിചരണവും കാര്യങ്ങളും കൊടുക്കുന്നതല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം കൂടി വളർത്തുമ്പോൾ ഇതിനിപ്പോ തീരെ പരിചരണങ്ങൾ അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകമായിട്ട് പിന്നെ 10 മക്കളെ 10 രീതിയിൽ നോക്കുന്ന സ്വഭാവമില്ല. എല്ലാവർക്കും ഒരേ പരിചരണം. പിന്നെ മണ്ണ് അമിതമായി നമ്മൾ ഇളക്കുമ്പോഴും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യത്തിന് മാത്രം. ഇതിപ്പോ ഞാറിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ഞാറ്റടി തയ്യാറാക്കാൻ വേണ്ടി ആ ഞാറ് പൊരിച്ച് വയലിലേക്ക് കൊണ്ടുപോയി. നെൽകൃഷിയിലേക്ക് വരുമ്പോ എന്തൊക്കെ തരം? ഇല്ല, ഒറ്റ ഇനം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ. ഇപ്പൊ ചെയ്തത് ഉമയാണ്. മറ്റ് വെറൈറ്റി നെൽവിത്തനങ്ങളൊന്നും പരീക്ഷിക്കുന്നില്ല അല്ലേ? മുമ്പേ പരീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അത്തരം പരീക്ഷണങ്ങൾ നിർത്തിവെച്ചിരിക്കുക. അവിടെ കണ്ട മാവിൽ എല്ലാത്ത മാവ് ഇനങ്ങളാണ്. ഇതൊക്കെ വേറെ മാവാണ്. ഒരുപാട് വെറൈറ്റി. ഇതൊക്കെ തൈകൾ പലയിടങ്ങളിൽ നിന്നായി പല ദിക്കൊന്നും കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. ഇവിടെ ആവശ്യക്കാര് വരാറുണ്ടോ തൈകൾക്കും മറ്റെല്ലാ ഔഷധ സസ്യങ്ങൾക്കും? നഴ്സറി ഞാൻ നടത്തുന്നില്ല. ഇല്ല. ഔഷധ സസ്യങ്ങളും പുറത്ത് കൊടുക്കുന്ന ഒരു ഇതൊന്നുമില്ല അല്ലേ? ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച്, ഈ ഔഷധ സസ്യങ്ങളും ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു ധാരണ എങ്ങനെയാ വന്നേ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിഷവൈദ്യം, ബാലചികിത്സ, ആന ചികിത്സയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിൽ ഇത് കുറച്ചെങ്കിലും പഠിച്ചതിൽ ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അടുത്ത തലമുറയിൽ ആരും ഉണ്ടാവില്ല. ആ സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു. പിന്നെ തീപ്പൊള്ളലിൻ്റെ സ്പെഷ്യലായിട്ടൊരു ചികിത്സയുണ്ട്. അതും ചികിത്സയെല്ലാം കഴിഞ്ഞതിന് രോഗം മാറിയെന്ന് രോഗിക്കും ബന്ധുക്കൾക്കും ബോധ്യമായിട്ട് വല്ലതും കൊണ്ട് തന്നാൽ വാങ്ങും. അല്ലാതെ ആരിൽ നിന്നും വാങ്ങാറില്ല. ഇത് കരിമഞ്ഞൾ പൂത്തിട്ട് ഈ ഇത് ചേന അടുത്ത വർഷത്തെ വിത്താണ് കേട്ടോ. കൂട്ടത്തോടെ നിൽക്കുന്നത്. അങ്ങനെ പല ദിക്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അടുത്ത വർഷത്തെ വിത്താണ്. ഇത് കരിമഞ്ഞൾ. ഇത് പിന്നെ
വിഷചികിത്സയിൽ ഉപയോഗിക്കുന്ന പറയാനാണ്. പിന്നെ ബംഗാളികൾ കാളി പൂജക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദന്തപ്പാല, സോറിയാസിസ് മാതിരിയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ്. ഇത് പിന്നെ പാതിരിപ്പയ്യാന, ആ വലിയ മരം ഇതാ. ഇതിന്റെ ഉപയോഗം എന്താ? അത് പിന്നെ ദശമൂലത്തിൽ വരുന്നതാണ്. ഇതിന്റെ വേരാണ് ഉപയോഗിക്കുന്നത്. എല്ല് പൊട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന ഇടിഞ്ഞിൽ എന്ന് പറഞ്ഞ മരുന്ന്. ഇടിഞ്ഞിൽ. ഇതിന്റെ ഇലയാണോ ഉപയോഗിക്കുന്നത്? ഇതിന്റെ തോല് പിന്നെ കഷായം വെച്ച് കുടിക്കും. ആ തോല് തന്നെ അരച്ച് എല്ല് പൊട്ടിയെടുത്ത് കെട്ടിക്കൊടുക്കും. അങ്ങനെയുള്ള ഇത്തി ഒരു 40 വർഷത്തെ പ്രായം ഉണ്ടാവും. 40 വർഷം. ഞാൻ നട്ടതാണ്. ഇത്തി ആല് അരയാല് 40 ഇത്തിയാണിത്. ഇതാണ് മരുന്നിന് ഉപയോഗിക്കുന്ന. അതും അത്തിയാണ്. അത് അറേബ്യൻ അത്തിയാണ്. ആ കാണുന്ന കായ് കാണുന്നത് അത് മറ്റേ അത് ലോകത്തിൽ ഒരേ പേരിൽ ഒരേ സ്വഭാവത്തിൽ ഒരേ കുടുംബത്തിലുള്ള ഒരുപാട് ഇതുണ്ട്. ആ ഇതിൽ വരുന്നതാണ്. അത് അറേബ്യൻ അത്തി എന്ന് പറയുന്നതാണ്. അതിന്റെ അത്തിക്കായ വണ്ണം കൂടുതലുള്ളത്. അത് ഉപയോഗിക്കുന്നത് അത് ഭക്ഷ്യയോഗ്യമാണ്. ആയുർവേദ ഔഷധത്തിന് ഉപയോഗിക്കുന്നത് അത്തി തൊലിയെടുക്കാൻ. ഇത് ഏത് അസുഖത്തിനാണ് ഒരുപാട് അസുഖത്തിന് വരുന്നുണ്ട് 40 മരം. ഒരു പ്രത്യേക ഔഷധത്തിന് മാത്രമല്ല, അതിനു പുറമെ ഇത് ദൈവിക കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രപ്രതിഷ്ഠക്ക് ശുദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ ഒരു ഇതും കൂടിയാണ്. ഇത് അങ്കോലം, ഭ്രാന്ത് പിടിച്ച പട്ടിക്കുള്ള ചികിത്സ, അതായത് പേപ്പട്ടി വിഷത്തിൻ്റെ ചികിത്സക്കടക്കം ഉപയോഗിച്ചിരുന്ന കാട്ടിലെ അത്ഭുതമരം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഋഷിജട എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഋഷിജട. ഇത് ക്യാൻസറിന് മാറ്റിയെടുക്കാൻ പ്രാപ്തിയുള്ളൊരു മരുന്നാണ്. വളരെ വിശേഷപ്പെട്ട ഒരു സാധനം. ആയുർവേദത്തിൻ്റെ ഈ ഒറ്റമൂലിക്കാരൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിപ്പോ ക്യാൻസർ രോഗികൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ടോ നിലവില്? ചിലരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ആ രീതിയിൽ പരീക്ഷിച്ചിട്ടില്ല. ഇല്ല. മറ്റേ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മറ്റ് നമ്മൾ ഈ കാട്ടിലേക്ക് കൂടി നടന്നാൽ തന്നെ ഒരു ക്യാൻസറും വരില്ല. അതിനെക്കാട്ടും പിന്നെ കുറേ പാമ്പിൻ്റെ വിഷമൊക്കെ ഇങ്ങനെ വായുവിൽ ലയിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിയാണ്ട് ശ്വസിക്കും. അപ്പോൾ ആ ഇതിൽ ക്യാൻസർ പ്രതിരോധിക്കും. കേരളത്തിൽ പാമ്പിനെ പരമാവധി നശിപ്പിച്ചാൽ നമ്മൾ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കും. മാവ് മിയോവാക്കി മെത്തേഡാണത്. അത് പ്രാകൃത രീതിയിൽ ഞാൻ സ്വന്തം ഐഡിയയിൽ ചെയ്തതാണ്. അതിന്റെ പ്രത്യേകത എന്നാ? അടുക്കിയെടുക്ക നട്ടിട്ട് വനം ഉണ്ടാക്കുന്ന ജപ്പാൻ സമ്പ്രദായം. മിയോവാക്കി വനം കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഏകദേശം 20 വർഷത്തോളമായി അത്. ഇതുപോലെ അല്ലേ? അപ്പൊ അത് അടുത്തടുത്താവുമ്പോ അതിന്റെ ഒരു വളർച്ചയ്ക്ക് ഉണ്ട്. വളർച്ചക്ക് വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിലനിൽക്കുമല്ലോ. ഓരോ വെറൈറ്റി ആയിരിക്കും. നാഗവള്ളി, പാമ്പിന്റെ നാവ് പോലെ 2 ഇലയുടെ അറ്റം 2 ഇതായിട്ട് കണ്ടില്ല. ഇതാണ് നാഗവള്ളി. ഇതിന്റെ ഉപയോഗം ഇത് വിഷചികിത്സയിൽ പല ഇതായിട്ട് പ്രയോഗിക്കാൻ പറയുന്നുണ്ട്. ഇത് ചെറുചീര. ഇത് സമൂലം ഒരുപാട് വിഷത്തിന് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും കീടവിഷത്തിന്. തേനീച്ച, കടന്നൽ തുടങ്ങിയതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതും കുറച്ച് കടുകും കൂട്ടി നന്നായി അരച്ച് വെണ്ണയും ചേർത്ത് ഉള്ളിൽ കഴിക്കാം. ശരീരത്തിൽ പുരട്ടുകയും ചെയ്യാം. അതേമാതിരി ചേറ് മരത്തെ തട്ടിക്കഴിഞ്ഞാലും ആ ചൊറിച്ചലും വീക്കവും നിർത്താൻ വേണ്ടി ഈ മരുന്നും വളരെ ഫലപ്രദമാണ്. ജന്തുജാലങ്ങൾ പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെയല്ല, ഞാൻ പോകുന്ന വഴിയാണ്. 40 വർഷത്തോളം പ്രായമുണ്ട്. ചെത്തയാണ് ഈ 3 വരെ. അതിൻ്റെ അപ്പുറം കാട് പിടിച്ച് കിടക്കുന്നത് കറുവപ്പട്ട. ഇന്ദ്രലുപ്ത എന്ന് പറയുന്ന തലമുടി കൊഴിച്ചലിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഞെട്ടാവൽ എന്ന് പറഞ്ഞ മരമുണ്ട്. ഈ കാർഷിക മേഖലയോടൊപ്പം തന്നെ വൈദ്യ ചികിത്സകളും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പൂർവ്വമായിട്ട് നാട്ടുചികിത്സ ചെയ്ത് കുറെ പാരമ്പര്യ നാട്ടുചികിത്സയാണ്. അക്കാദമിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ചികിത്സയല്ല. അല്ല, പാരമ്പര്യമായി കണ്ടും കേട്ടും ചെയ്തും അനുഭവിച്ചും ശീലിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ്. അത് മനുഷ്യരിൽ
കാര്യമായിട്ട് ചെയ്യുന്നത് തീപ്പൊള്ളലിനാണ്. തീപ്പൊള്ളൽ, അതോടനുബന്ധിച്ചുള്ള കലകൾ ഒഴിവാക്കാനും തീപ്പൊള്ളിയിട്ടല്ലാതെ ശരീരത്തിലുണ്ടാകുന്ന ചില കലകൾ ഒഴിവാക്കാനും മരുന്ന് ചെയ്യുന്നുണ്ട്. അതല്ലാതെ മറ്റു ചില രോഗങ്ങൾക്കും അത്യാവശ്യ ചികിത്സ ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ അപൂർവമായിട്ട് വരും. അതും പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നില്ല, വരുമാന മാർഗമല്ല. അത് രോഗം മാറിയതിന് ശേഷം ആൾക്കാർ വല്ലതും തന്നാ വാങ്ങിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ലാഭം കണ്ടുകൊണ്ടുള്ള ഒരു ഇതല്ല അല്ലേ. ആന ചികിത്സയാണ്, അതും പാരമ്പര്യമാണ്. ആന ചികിത്സ, വിഷചികിത്സ ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ്. അതിൽ അവസാനത്തെ കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൃഷിയുടെയും വൈദ്യചികിത്സയുടെ ഒക്കെ ചേർന്നിട്ട് ഇതിന് അവാർഡുകളോ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ആരെങ്കിലും തന്നാ വാങ്ങിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു അവാർഡ് എനിക്ക് തരുവാണെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരെടുക്കി ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. വൈദ്യചികിത്സ പഠിപ്പിക്കുന്നത് ഇല്ലല്ലോ അല്ലേ. ആരും ഈ രീതിയിലൊന്നും പഠിക്കാൻ തയ്യാറാവില്ല. പിന്നെ ഇതിന് വേറൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ സർക്കാർ അംഗീകൃതം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വല്ല പരാതിയും ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പ്രശ്നമായി മാറും. ഭക്ഷണകാര്യം ആണ് ഇന്നത്തെ ശൈലി രോഗത്തിന് പ്രധാന കാര്യമായി മാറുന്നത്. ഈ നമ്മുടെ ഇന്നത്തെ തെറ്റായ ഭക്ഷണവും തെറ്റായ ജീവിത രീതിയും നമ്മുടെ രോഗത്തിലേക്ക് എത്തിക്കുകയാണ്. പണം കൊടുത്ത് രോഗം വാങ്ങിയിട്ട് ചികിത്സിക്കുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് പിന്നെ ഇന്നത്തെ വൈദ്യന്മാർക്ക് ആവശ്യം. അതാണ് ഇന്നത്തെ ആധുനിക ഡോക്ടർമാർക്ക് സമ്പത്ത് മാത്രമാണ് പ്രശ്നം. മറ്റ് അതിൽ ഒരു രോഗി രക്ഷപ്പെടണമെന്നോ രക്ഷപ്പെട്ടോളണം എന്നുള്ള നിർബന്ധത്തിലല്ല. ആ രോഗി ഒരു പരീക്ഷണ വസ്തുവായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണുള്ളത്. വെളുത്തുള്ളിയൊക്കെ ചേർന്ന മരുന്നുകൾ TB രോഗത്തിന് വളരെ വിശേഷപ്പെട്ട ഔഷധം. പക്ഷേ ഈ ഔഷധം കഴിച്ച് അതിൻ്റെ നല്ലരിക്കുകയും കഴിഞ്ഞ് ശുദ്ധി ആയതിനു ശേഷം മാത്രമേ ദേവപൂജ മാതിരിയുള്ള പൂജാകർമ്മങ്ങളും മറ്റ് പിന്നെ ദേവതാ സങ്കല്പത്തിലോ ഗുരുപൂജയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മുടെ അവസ്ഥ ഏകാഗ്രതയും നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം എത്രയോ ആൾക്കാർ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ അമിതമായ കൊഴുപ്പടക്കം അടങ്ങിയിട്ടുള്ള മാംസഭക്ഷണം തന്നെയാണ്. മാംസഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ ശൈലി രോഗം കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മാംസാഹാരി ആയിട്ടുള്ളൊരു ജന്തുവല്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ തണുപ്പ് രാജ്യങ്ങളിൽ അവിടുത്തെ പ്രത്യേക കാലാവസ്ഥക്ക് ചിലപ്പോൾ ചില മാംസങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമായേക്കാം എന്നല്ലാതെ മാംസം ഭക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി മനുഷ്യനോട് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ മാംസം കൂടുതലായി ഭക്ഷിക്കുന്ന പല രാജ്യങ്ങളിലും ആരോഗ്യത്തോടുകൂടി ജനങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അമിതമായ ഇലക്കറികൾ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ആ രീതിയിൽ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഭക്ഷണം. അതാണ് നമ്മുടെ രോഗത്തിൻ്റെ വർധനവും ആശുപത്രികളുടെ വർധനവും ഉണ്ടാക്കുന്നത്. ക്ഷീരോത്പാദന മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലും സജീവമാണ് നാരായണ നമ്പൂതിരിപ്പാട്. ഇവിടെ നമ്മൾ ദിവസേന കണ്ടുപോകുന്ന ഒട്ടേറെ ചെടികൾ, ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ എല്ലാം ഔഷധങ്ങളാണ് എന്നൊരു പുതിയ അറിവിലൂടെ ഇന്നത്തെ ഭൂമിക ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.